പെട്രോൾ ഡീസൽ വില വീണ്ടും കൂടി. പെട്രോളിന് 2 രൂപ 61 പൈസയും ഡീസലിന് 2 രൂപ 71 പൈസയുമാണ് കൂട്ടിയത്. കഴിഞ്ഞ 10 ദിവസത്തിനിടെ 4 തവണയാണ് വില വർദ്ധിപ്പിച്ചത്. തിരുവനന്തപുരത്ത് പെട്രോൾ വില 115 രൂപ 32 പൈസ എന്ന നിലക്കാണ്. ഡൽഹിയിൽ നിന്ന് ശരത് ലാലും, കൊച്ചിയിൽ നിന്ന് അബ്ദുൾ റഹീമും, കോഴിക്കോട് നിന്ന് ബെൻസൺ ബാബുവും, വയനാട് നിന്ന് ലിൻഡോ തോമസും വിവരങ്ങളുമായിട്ട് ചേരുന്നു. ആദ്യം ശരത്തിലേക്ക്, ഡൽഹിയിൽ നിന്ന്. ശരത്, ഇതിപ്പോൾ 10 ദിവസത്തിനിടെ 4 തവണയാണ് വില വർദ്ധിച്ചത്. അതും നിസ്സാരമായിട്ടുള്ള തുകയല്ല വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ 2 രൂപയിലേറെയാണല്ലോ രണ്ടിനും. പെട്രോളിന് 2 രൂപ 61 പൈസയും ഡീസലിന് 2 രൂപ 71 പൈസയുമാണ് കൂട്ടിയത്. ഇതിപ്പോൾ തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞ ഉടനെ ആവർത്തിച്ച് വില കൂടുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ? സനീഷെ, കാരണം പശ്ചിമേഷ്യയിലെ പ്രതിസന്ധിയാണ് ഇതിന് കാരണമെന്നാണ് എണ്ണ കമ്പനികളും കേന്ദ്ര സർക്കാരും പറയുന്നത്. 60 രൂപ മുതൽ 120 രൂപ വരെ നഷ്ടത്തിലാണ് ഇപ്പോൾ ലിറ്റർ പെട്രോളും ഡീസലും വിൽക്കുന്നത് എന്നാണ് കേന്ദ്ര സർക്കാരും അല്ലെങ്കിൽ എണ്ണ കമ്പനികളും പറയുന്നത്. ഏതായാലും ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഡൽഹിയിൽ ആദ്യമായി 100 രൂപ കടന്നിരിക്കുകയാണ്. ഡൽഹിയുടെ ചരിത്രത്തിൽ തന്നെ 100 രൂപ ഒരു ലിറ്റർ പെട്രോളിന് ഇതുവരെ വന്നിട്ടില്ല. ഇന്ന് ആദ്യമായി 102 രൂപയിലേക്ക് 100 രൂപയെ കടന്നിരിക്കുന്നു പെട്രോൾ വില എന്നതാണ് ഡൽഹിയെ സംബന്ധിച്ചോളം. കഴിഞ്ഞ 10 ദിവസത്തിനുള്ളിൽ 8 രൂപയോളമാണ് ഈ വില വർധന ഉണ്ടായിരിക്കുന്നത് ദേശത്താകമാനം. ഡൽഹിയിലാട്ടെ അത് 6 രൂപയോളം വരും. സ്വാഭാവികമായിട്ടും ഈ വർധനവ് സാധാരണക്കാരെയാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത്. പ്രധാന കാരണം ഈ ഡീസൽ വില വർധനവ് തന്നെ. അത് സാധനങ്ങളുടെ വില ഇപ്പോൾ തന്നെ 2 ദിവസം കൊണ്ട് തന്നെ സാധനങ്ങൾ വില നേരത്തെ തന്നെ കുതിച്ചു വരുന്നു. ഇപ്പോൾ 2 രൂപ 71 പൈസ അല്ലെങ്കിൽ 2 രൂപ 61 പൈസ പെട്രോളിനും 2 രൂപ 71 പൈസ ഡീസലിനും വർദ്ധിപ്പിക്കുമ്പോൾ അത് ഏറെ ബാധിക്കുന്നത് സാധാരണ ജനങ്ങളെ തന്നെയാണ്. അതുതന്നെയാണ് ഡൽഹിയുടെയും അവസ്ഥ. ഇനിയും വർധന ഉണ്ടാകുമെന്നൊരു സൂചന എണ്ണ കമ്പനികൾ തരുന്നു എന്നതും കൂടി ഈ സമയത്ത് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ ഇതിനിപ്പോൾ ഡൽഹിയിൽ കഴിഞ്ഞ 3 ദിവസമായി ഡൽഹിയിലെ ട്രാൻസ്പോർട്ട് തൊഴിലാളികൾ വിലവർധനവിനെതിരെ, അതായത് കറുത്ത ടാക്സി തൊഴിലാളികൾ അത് സമരത്തിലാണ്, എയർപോർട്ടിലെയും അതേപോലത്തെ റെയിൽവേ സ്റ്റേഷനും ഒക്കെ. എന്നാൽ ആ സമരത്തിനോട് മുഖം തിരിഞ്ഞ് നിൽക്കുമ്പോൾ തന്നെയാണ് ഇപ്പോൾ വീണ്ടും വിലവർധന ഉണ്ടായിരിക്കുന്നത്. അത് കൂടുതൽ സമരങ്ങളിലേക്ക് അല്ലെ ഓട്ടോ ടാക്സി തൊഴിലാളികളെ അല്ലെങ്കിൽ ട്രക്ക് ഡ്രൈവർമാരുടെ സമരത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നതാണ് ഏറ്റവും ഒടുവിൽ പറയാൻ കഴിയുന്ന നേരം. ഇതിനെതിരെ യൂണിയനുകൾ വളരെ ശക്തമായി ഇന്ന് പ്രതിഷേധിക്കുന്നുണ്ട്. 3 മണിക്ക് ജന്തർ മന്ദിർ സംയുക്ത ട്രേഡ് യൂണിയൻ ടാക്സി യൂണിയൻ്റെ ആഭിമുഖ്യത്തിൽ പ്രകടനമുണ്ട്. ഏതായാലും ഡൽഹിയെ സംബന്ധിച്ചോളം ഡൽഹി നിവാസികൾക്ക് ആദ്യമായി 100 രൂപയിൽ കൂടുതൽ പെട്രോൾ വില കൊടുക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ഡൽഹിയെ സംബന്ധിച്ച് ഏറ്റവും ഒടുവിൽ പറയാൻ കഴിയുന്ന കാര്യം. കേരളത്തിൽ അത് നേരത്തെ തന്നെ 100 രൂപ എത്രയോ മുമ്പേ കടന്നിട്ടുണ്ട്. പക്ഷേ ഡൽഹിയെ സംബന്ധിച്ചോളം അത്തരമൊരു നീക്കം ഇതുവരെ ഉണ്ടായിട്ടില്ല. സനീഷ്, ശരി, തിരിച്ചു വരാം. കോഴിക്കോട് നിന്ന് ബെൻസൺ ബാബു കൂടെ നമ്മോടൊപ്പം ചേരുന്നു. ബെൻസൺ, ഇതിപ്പം കാരണങ്ങൾ കേന്ദ്ര സർക്കാരിന് പലതും പറയാനുണ്ട്. പ്രത്യേകിച്ച് ഈ പറയുന്ന പോലെ നമ്മുടെ ലോകവ്യാപകമായിട്ട് അങ്ങനെ ഒരു സംഘർഷ സാഹചര്യമുണ്ട്. പക്ഷേ ഇത്തവണ വീണ്ടും വർദ്ധിപ്പിക്കാൻ കാരണമുണ്ടായിരുന്നില്ല എന്ന് കണക്കാക്കുന്ന ആളുകളുമുണ്ട്. ഇത് വലിയ പ്രതിസന്ധിയാണല്ലോ സ്വാഭാവികമായിട്ടും സാധാരണക്കാർക്ക് ആകെ ഉണ്ടാകും. ഇപ്പോൾ വണ്ടി ഓടിക്കുന്ന ആളുകൾക്ക് മാത്രമല്ല, പൊതുവിൽ എല്ലായിടത്തേക്കും ആളുകളുടെ ബുദ്ധിമുട്ട് കൂടും ഈ ഇന്ധനവില വർദ്ധിച്ചാൽ. നേരിട്ട് ഇന്ധനങ്ങളുമായിട്ട് അല്ലെങ്കിൽ വാഹനം പോലുള്ള കാര്യങ്ങളല്ലാതെ തന്നെയും ബുദ്ധിമുട്ട് ആകും. ഇപ്പോൾ കോഴിക്കോട് പോലുള്ള സ്ഥലത്ത് സ്വാഭാവികമായിട്ട് അതിനോട് പ്രതിഷേധമൊക്കെ ഉണ്ടാകുമല്ലോ. കോഴിക്കോട് എന്താണ് ഇപ്പോൾ വില? എന്താണ് അവിടുത്തെ വിവരങ്ങൾ? സനീഷ്, നമുക്കറിയാം ഈ ഇന്ധന വില വർധനവ് ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അത് ഇത്രത്തോളം ഉയർന്ന ഒരു നിലയിലേക്ക് പോകുമെന്നുള്ളൊരു പ്രതീക്ഷ ആളുകൾക്കുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ കഴിഞ്ഞ ഒരു 2 ആഴ്ചക്കിടയിൽ ഇത്രയും 4 തവണ ഇന്ധന വില വർദ്ധിക്കുന്നു. അതും 8 രൂപയിലധികമായി ഈ വില വർദ്ധിക്കുമ്പോൾ അതൊരു വലിയ ബുദ്ധിമുട്ടിലേക്ക് തന്നെയാണ് പോകുന്നത്. ചേട്ടാ, ഇന്നിപ്പോൾ രാവിലെയും വില വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഏകദേശം 2 രൂപയോളം. എന്താ അവസ്ഥ? അല്ല, ഇത് ജനങ്ങളുടെ മേലെ ഈ ഭാരം ഏൽക്കുകയാണ് സംഭവം. പക്ഷെ അങ്ങനെ വരുമ്പോഴും ഇതൊരു യുദ്ധത്തിൻ്റെ അന്തരീക്ഷമാണല്ലോ ഇപ്പോൾ നിലനിൽക്കുന്നത്. അപ്പോൾ അതിൽ ചെയ്യാൻ സാധിക്കുന്ന പരിഹാരം എന്താണെന്നുള്ളതാണ് നിർദ്ദേശിക്കേണ്ടത്. എനിക്ക് തോന്നുന്ന കാര്യം എന്താ വെച്ചാൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും ടാക്സുകൾ കുറയ്ക്കുക, എന്നിട്ട് ജനങ്ങളുടെ മേലെ ഏൽപ്പിക്കുന്ന ഈ ഭാരത്തിൻ്റെ തോത് കുറയ്ക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ സ്ഥിരമായിട്ട് വാഹനമായിട്ട് പുറത്തു പോകുന്ന ആളാണ്. സ്ഥിരമായിട്ട് പോകുന്നതാണ്. 100 കിലോമീറ്ററിലധികം യാത്ര ചെയ്യുന്നതാണ് ഒരു ദിവസം. അപ്പോൾ യുദ്ധത്തിൻ്റെ അന്തരീക്ഷത്തിൽ ചെയ്യാൻ സാധിക്കുന്ന കാര്യം ടാക്സ് കുറയ്ക്കുക എന്നുള്ളതാണ്. 2 ഗവൺമെൻറ്റും ടാക്സ് കുറയ്ക്കുക. അങ്ങനെ ചർച്ച ചെയ്തിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഈ ഭാരം കുറയ്ക്കുക എങ്ങനെയാണെന്നുള്ളത് അവർ തീരുമാനിക്കട്ടെ. അതായത് ഈ നികുതി ഭാരം കുറച്ച് ആളുകളുടെ മുകളിലേക്ക് ഈ ഭാരം എത്രത്തോളം കുറയ്ക്കാൻ കഴിയുമോ അതിനുള്ള ഒരു സംവിധാനം സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ ഒരു തീരുമാനം എടുക്കണം എന്നുള്ളതാണ് പലർക്കും പറയാനുള്ളത്. ചേട്ടാ, രാവിലെ ഓഫീസിലേക്കായിരിക്കും അല്ലേ?
ഇതാ ഇന്നും ഒരു 2 രൂപ പെട്രോളിന് വില വർദ്ധിച്ചിട്ടുണ്ട്, ഡീസൽ വിലയൊക്കെ ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ തോന്നുന്നത്? ഇങ്ങനെ കൂടിയ സാധനത്തിനൊക്കെ വില കൂടുമല്ലോ, മൊത്തത്തിൽ ജീവിതത്തിലെ ചെലവ് കൂടും. പാചകവാതക വില വർദ്ധിച്ച ഒരു വശത്ത് നിൽക്കുകയാണ്, ആ സ്ഥാനത്താണ് ഇപ്പോൾ വീണ്ടും ഇപ്പോൾ ഇവിടെ ഇന്ധന വിലയും വർദ്ധിച്ചിട്ടുള്ളത്. അതെ, ജീവിത ചെലവ് കൂടും, കിട്ടുന്ന സാലറി ഒന്നും തികയാതെയാവും, അങ്ങനെ സേവിങ്സ് കുറയും, അങ്ങനെ പല പ്രശ്നങ്ങളും. അപ്പം അതായത് സനീഷ്, നമുക്കൊരു പ്രത്യേക ഒരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ കോഴിക്കോട് അടക്കമുള്ള ഈ മലബാറിലെ ഈ പ്രദേശങ്ങളിലേക്കെല്ലാം തന്നെ മറ്റു പ്രദേശങ്ങളിൽ നിന്നുമാണ്, അല്ലെങ്കിൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റ് ജില്ലകളിൽ നിന്നും കൂടുതലായി സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന ഒരു പ്രദേശം കൂടിയാണ്. അപ്പോൾ ഈ ചരക്ക് വാഹനങ്ങൾ ഉൾപ്പെടെ ഈ പ്രദേശങ്ങളിലേക്ക് എത്തേണ്ടതുണ്ട്. അപ്പോൾ ഇവരൊരു കണക്ക് കൂട്ടി വെച്ചിരിക്കുന്ന തുകയിൽ അധികമായി പെട്രോളിനും ഡീസലിനും അത്രത്തോളം തുക ചിലവാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ അത് വ്യാപാര മേഖലയും കാര്യമായി തന്നെ ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുമാത്രമല്ല, നമുക്ക് ഓർമ്മയുണ്ടാകും, മുൻപ് ക്രൂഡിന് വളരെ അധികം വില കുറഞ്ഞു നിൽക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു. അന്ന് ആ ക്രൂഡിന്റെ വില കുറഞ്ഞു നിൽക്കുന്ന സമയത്ത് ഈ പെട്രോളിന്റെയോ ഡീസലിന്റെയോ വില കുറയ്ക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിരുന്നില്ല. അത് പിന്നീട് ഈ ക്രൂഡിന്റെ വില വർദ്ധിച്ചു നിൽക്കുന്ന സമയത്ത് ആ എണ്ണ കമ്പനികൾക്ക് മുകളിലേക്ക് തന്നെ, അല്ലെങ്കിൽ എണ്ണ കമ്പനികൾക്ക് കൂടുതൽ സൗകര്യം ചെയ്തു കൊടുത്തുകൊണ്ട് പാവപ്പെട്ട ജനങ്ങളുടെ മുകളിലേക്ക് ഇത്രത്തോളം പണം അടിച്ചേൽപ്പിക്കുന്ന ഒരു സാഹചര്യം വരുന്നു. അത് കൂടുതലായി ചിന്തിക്കേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. നിങ്ങൾ സ്ഥിരമായിട്ട് ഇങ്ങനെ വാഹനം എടുത്ത് പുറത്തു പോകുന്ന ആളുകളാണോ? ഇതാ ഇപ്പോൾ 2 രൂപയ്ക്ക് ഇന്ന് രാവിലെ 2 രൂപ വില കൂടിയിട്ടുണ്ട് ഇന്ധനത്തിന്. എന്താ തോന്നുന്നത്? വില കൂടുന്നുണ്ട്. പിന്നെ പെട്രോൾ അടിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്നാണോ? അതെ, ആവശ്യത്തിന് കാർ ഓടിക്കണമെങ്കിൽ പിന്നെ എടുക്കേണ്ടി വരൂലേ. അതായത് ഈ പുറത്തിറങ്ങാതിരിക്കാൻ കഴിയില്ലല്ലോ, ആളുകൾക്ക് പുറത്തിറങ്ങാതിരിക്കാൻ കഴിയില്ല, വാഹനമെടുത്ത് പുറത്തിറങ്ങാതിരിക്കാൻ കഴിയില്ല. ചൂടടക്കം കൂടി നിൽക്കുന്ന ഒരു സാഹചര്യമുള്ള സമയത്ത് കാറ് തന്നെ ഉപയോഗിച്ചൊക്കെ തന്നെ ആളുകൾ പുറത്തേക്ക് പോകുന്നു. പക്ഷേ ഈ ഇന്ധന വില വർധനവ്, അതിനെ ഏത് നിലയിൽ അതിനൊരു പരിഹാരം കാണണം എന്നതിനെ പറ്റി കൃത്യമായിട്ടും സംസ്ഥാന അതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെന്റുകൾ കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ആളുകൾക്ക് പറയാനുള്ളത്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, എല്ലാ മേഖലയിലും വില വർധനവ് വന്ന് നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതായത് പാചകവാതക വില വർദ്ധിച്ച് നിൽക്കുന്നത്, ഇന്ധന വില ഇങ്ങനെ ഓരോ ദിവസവും കയറിക്കൊണ്ടിരിക്കുന്ന IPL സീസൺ ആയതുകൊണ്ടായിരിക്കും ഇപ്പോൾ 100 കടന്ന് മുകളിലേക്ക് എത്തിയത്. അത് ഈ IPL സീസൺ കഴിയുന്നതിന് മുമ്പ് 150 എത്തി നിൽക്കുമോ എന്ന ആശങ്ക വരെ ആളുകൾ പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇന്ന് രാവിലെ ഞാൻ ബസ്സിനായിരുന്നു വന്നത്. അപ്പോൾ ബസ്സിന് തൊട്ടടുത്തിരുന്നൊരു ചേട്ടനുമായി സംസാരിക്കുമ്പോൾ ആ ചേട്ടൻ പറഞ്ഞാണ്, ഇങ്ങനെ IPL സീസൺ ആണല്ലോ, അപ്പോൾ 100 മുകളിൽ എത്തി നിൽക്കുന്നു, അത് ഈ IPL സീസൺ കഴിയുന്നതിന് മുമ്പ് 150 എത്തി നിൽക്കുവാണോ, അങ്ങനെയൊക്കെയാണ് ആളുകൾ സംസാരിക്കുന്നത്. അപ്പോൾ ട്രോളായി കൂടി ആളുകൾ സംസാരിക്കുമ്പോൾ ഇതിന്റെ ഗൗരവം അതീവ ഗൗരവം നിറഞ്ഞൊരു വസ്തുത തന്നെയാണ്. കാരണം എല്ലാ മേഖലയെയും കാര്യമായി തന്നെ ഈ ഇന്ധന വില വർധനവ് ബാധിക്കും എന്നുള്ളത് തന്നെയാണ്. ചരക്ക് വാഹനങ്ങൾ എല്ലാം നന്ദി ബെൻസൺ. ഞാൻ മറ്റുള്ളിടങ്ങളിലേക്ക് കൂടെ